തിരുവനന്തപുരത്ത് ഇ.ഡി. ഉദ്യോഗസ്ഥരെ ആക്രമിച്ച വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പരിശോധനകൾ നടക്കുകയാണ്. ഇതിൽ പ്രാഥമികമായി ഗൂഢാലോചന ഇല്ല എന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് SIT. തീർച്ചയായിട്ടും ഗൂഢാലോചന ഇല്ലായിരിക്കും. അവിടെ കൂടിയെത്തിയവരെ ചെവിയിലോ അല്ലെങ്കിൽ അവരുടെ അടുത്ത് ചെന്നൊക്കെ പറഞ്ഞ് ആക്രമണങ്ങൾ അഴിച്ചുവിടുകയായിരുന്നു എന്ന് കണ്ടുനിന്ന ചിലർ പറയുന്നുണ്ട്. വി ജോയി, കടകംപള്ളി സുരേന്ദ്രൻ, അതുപോലെ തന്നെ ചില മുതിർന്ന CPM നേതാക്കളൊക്കെ ആ പ്രദേശത്തെത്തി ഇവരെ മൂപ്പ് കയറ്റി വിടുകയായിരുന്നു. അല്ലെങ്കിൽ നമ്മൾ തടയും എന്ന് പറഞ്ഞ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ ഒരു പ്രസംഗവും ഒക്കെ തന്നെ ആവേശം കൊണ്ടാണ് ഈ പാവം പിടിച്ച CPM പ്രവർത്തകർ ഈ ഗുലുമാലിൽ ചെന്ന് ചാടിയത്. പ്രതികളുടെ ഫോണിൽ ഗൂഢാലോചനയ്ക്ക് ചേർന്ന തെളിവുകൾ ഇല്ല എന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും ഒരു വലിയ പോസിറ്റീവായിട്ടുള്ള കാര്യമൊന്നുമല്ല. ഗൂഢാലോചന, കോൺസ്പിറസി ഇല്ല എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇ.ഡി. ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതിൽ നിന്ന് അതിൻ്റെ ഒരു ചെറിയ ഭാഗം അവിടുന്ന് മാറ്റിവെക്കുന്നു. ഇത് ആക്രമിച്ചതും അവരെ കൊല്ലാൻ ശ്രമിച്ചതും വധശ്രമവും ജോലി തടസ്സപ്പെടുത്തിയതും ഒക്കെ വകുപ്പുകൾ അവിടെ നിൽക്കുകയാണ്. കോൾ റെക്കോർഡ് പരിശോധന പൂർത്തിയായി. ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട തെളിവുകൾ പരിശോധനയിൽ ലഭിച്ചിട്ടില്ല എന്നാണ് വിവരം. ഏരിയ സെക്രട്ടറി തലത്തിലുള്ള ഫോൺ കോളുകൾ മാത്രമാണ് ഫോണുകളിലേക്ക് വന്നിട്ടുള്ളത്. സമരത്തിന് എത്താൻ ആവശ്യപ്പെട്ടുള്ള കോളുകളാണ് അവയെന്നാണ് പ്രതികളുടെ മൊഴി. സമരത്തിന് എത്താനേ പറഞ്ഞുള്ളൂ, അല്ലെങ്കിൽ ആക്രമിക്കാനുള്ള ആ ഒരു ആഹ്വാനം ഉണ്ടായില്ല എന്നാണ് പ്രതികൾ മൊഴി നൽകിയിരിക്കുന്നത്. ആരെങ്കിലും ആക്രമണത്തിന് ആഹ്വാനം ചെയ്തോ എന്ന് കണ്ടെത്താനായി ഫോണുകൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കാനൊരുങ്ങുകയാണ് പോലീസ്. അപ്പോൾ ഈ അടിച്ചോണം കൊന്നോണം എന്നുള്ള വിളിച്ചു വരുത്തുക മാത്രമല്ല, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് അവന്മാരെ നമുക്ക് തീർക്കണം എന്ന തരത്തിലുള്ള ചില സംസാരങ്ങൾ ഉണ്ടായോ എന്നുള്ളത് കൃത്യമായി ഫോറൻസിക് പരിശോധനയിൽ മനസ്സിലാകും. അതിനായി ഫോണുകളുടെ ഹാഷ് വാല്യൂ സെറ്റ് ചെയ്തു. പരിശോധനയിൽ കണ്ടെത്തേണ്ട കാര്യങ്ങൾ സംബന്ധിച്ച് കോടതിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. ആക്രമണത്തിന് ആഹ്വാനം നൽകുന്ന സന്ദേശങ്ങൾ ഉണ്ടെങ്കിൽ ഈ പരിശോധനയിൽ അത് കണ്ടെത്താൻ സാധിക്കും. ഇ.ഡി. ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ വാഹനം തകർത്ത 3 പേർ ഉൾപ്പെടെ 20-ൽ ഏറെ പ്രതികൾ ഇപ്പോഴും ഒളിവിലാണ്. ഇവർക്കായുള്ള തിരച്ചിൽ തുടരുകയാണ്. പ്രധാനപ്പെട്ട പ്രതികളെയൊക്കെ തന്നെ പിടിച്ചു കഴിഞ്ഞു. മാത്രമല്ല, ഇത് വളരെ കാര്യമായി തന്നെ അന്വേഷിക്കുന്നുണ്ട്. ഇപ്പം കേരള പോലീസ് ഇതിനകത്ത് ഒരു അലംഭാവം കാണിച്ചു എന്നുള്ള പൊതുവെ ഒരു പരാതി ഉയരുന്നുണ്ട്. അതായത് രമേശ് ചെന്നിത്തലയുടെ പോലീസ് CPM-കാരോട് അനുഭാവം കാണിച്ചു. ഇപ്പം 20 പേർ ഒളിവിലാണ്. ഇവരെ പിടിക്കാൻ ഏതായാലും കേരള പോലീസിന് കഴിവില്ലാഞ്ഞിട്ടല്ല, പോലീസ് ഒത്തുകളിക്കുകയാണ് പ്രതികളുമായിട്ട് അല്ലെങ്കിൽ CPM-ഉമായിട്ട് എന്നുള്ള ചില പരാതികൾ ഇതിനിടയിൽ ഉയർന്നു. പക്ഷേ അതിലൊന്നും കഴമ്പില്ല എന്നാണ് ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് പറയുന്നത്. ഈ വിഷയത്തിൽ കൃത്യമായ അന്വേഷണം നടത്തും. ഇ.ഡി. ഉദ്യോഗസ്ഥരുടെ ജോലി തടസ്സപ്പെടുത്തിയ, അവരെ ആക്രമിക്കാൻ ശ്രമിച്ച, അവരെ മുട്ടയെറിഞ്ഞ അല്ലെങ്കിൽ അവരെ വധിക്കാൻ ശ്രമിച്ച രീതിയിൽ പ്രവർത്തിച്ച എല്ലാവരെയും കൃത്യമായി തന്നെ പിടികൂടി നിയമ നടപടികൾക്ക് വിധേയരാക്കും എന്ന് തന്നെയാണ് SIT സംഘം പറയുന്നത്. ഫോണുകളുടെ ഹാഷ് വാല്യൂ ഒക്കെ സെറ്റ് ചെയ്ത് ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചതിന് ശേഷം അതിൻ്റെ റിസൾട്ട് വന്നാൽ മാത്രമേ ഇവർ ആഹ്വാനം ചെയ്തോ, കൊല്ലടാ തല്ലടാ എന്നൊക്കെ പറഞ്ഞോ, അല്ലെങ്കിൽ അവനെ തീർക്കണം, കൊല്ലണം, ഇ.ഡി. ഉദ്യോഗസ്ഥരെ ജീവനോടെ വിടരുത് എന്തെങ്കിലും ആഹ്വാനം നേതാക്കൾ നടത്തിയോ എന്നുള്ള കാര്യത്തിൽ കൃത്യമായ ഒരു പരിശോധന റിപ്പോർട്ട് വരികയുള്ളൂ. ഇപ്പോൾ പ്രാഥമികമായി ആഹ്വാനം നൽകുന്ന രീതിയിലുള്ള കോളുകളൊന്നും വന്നിട്ടില്ല. കോളുകൾ വന്നിട്ടില്ല എന്നേ ഉള്ളൂ. കോളുകളുമായി ബന്ധപ്പെട്ട മറ്റ് വിശദാംശങ്ങൾ ഇനിയും അറിയേണ്ടതുണ്ട്.